മടങ്ങിയെത്താം. പുതിയ വിവരങ്ങൾക്കായി മടങ്ങിയെത്താം. ഇപ്പോൾ വരുന്ന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 21ാമത് മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ ആൾ ആരാണ് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ നൽകാൻ പോകുന്നത്. കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച ഒരു മലയാളിയെ കൂടി തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവാണ് മരിച്ചത്. അപകടത്തിൽ 24 മലയാളികൾ മരിച്ചു എന്നതാണ് നോർക്ക അറിയിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മരണം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുള്ളത്. അത് ഔദ്യോഗികമായി തന്നെ കുടുംബാംഗങ്ങളെ ഈ മരണവിവരം അറിയിച്ചോ? ഇവരുടെ കുടുംബത്തിന് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്tina, ഔദ്യോഗികമായി കുടുംബാംഗങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു 6 മാസം മുൻപാണ് അരുൺ ബാബു കുവൈറ്റിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കുടുംബാംഗങ്ങളെ വിവരം അറിയിക്കുന്നത്. പക്ഷേ ഇന്നലെ മുതൽ അരുൺ ബാബുവിൻ്റെ സഹോദരൻ അരുൺ ബാബുവിനെ ഈ അപകടത്തിന് ശേഷം ഫോണിൽ ബന്ധപ്പെടവേ കിട്ടിയിരുന്നില്ല. അതിനുശേഷം കുവൈറ്റിൽ തന്നെയുള്ള അരുൺ ബാബുവിൻ്റെ മറ്റൊരു ബന്ധുവിനോട് ഇക്കാര്യം അറിയിച്ചു. അങ്ങനെ ആ ബന്ധു അടക്കം അവിടെ എത്തി അന്വേഷിച്ചതിന് ശേഷം അത് സ്ഥിരീകരിച്ച് നാട്ടിലെ ജനപ്രതിനിധികളെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, സർക്കാർ വൃത്തങ്ങളിൽ നിന്നും സമാനമായ രീതിയിലൊരു കൺഫർമേഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അരുൺ ബാബു 36 വയസ്സ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഈ കോവിഡ് കാലത്ത് കുറച്ചധികം കാലം അദ്ദേഹം ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നാട്ടിലുണ്ടായിരുന്നു. നെടുമങ്ങാട് വലിയമലയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം 6 മാസം മുൻപാണ് കുവൈറ്റിലേക്ക് മടങ്ങി ജോലിക്ക് പോയത്. ഡ്രൈവർ കം പർച്ചേസിംഗ് വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള, വലിയ ദുഃഖമുണ്ടാക്കുന്ന, അത്യന്തം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നുകൂടി ഒരാൾ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത അതാണ് ഇപ്പോൾ നമ്മളെ തേടിയെത്തുന്നത്. അരുൺ ബാബു വലിയമല സ്വദേശിയാണ്, നെടുമങ്ങാട് വലിയമല സ്വദേശിയാണ്. അദ്ദേഹം ഈ ഡ്രൈവർ കം പർച്ചേസിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യാൻ 6 മാസം മുൻപാണ് ഈ സ്ഥലത്തേക്ക് കുവൈറ്റിലേക്ക് പോകുന്നത്. അവിടെ എത്തി ഈ സംഭവം അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുവൈറ്റിലുള്ള ചില ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും ഇനിയും കുറച്ച് മലയാളികളുടെ വിവരങ്ങൾ കൂടി, അതായത് മരിച്ചുവെന്ന് അനൗദ്യോഗികമായി നോർക്കയ്ക്ക് വിവരം ലഭിച്ച കുറച്ച് മലയാളികളുടെ വിവരം കൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ വിവരം ശേഖരിക്കാനായി ബന്ധപ്പെട്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, നോർക്ക, അതേപോലെ തന്നെ കുവൈറ്റ് മിനിസ്ട്രി എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അനുജ, അതാണ് ഏറ്റവും ഒടുവിലായി മരണമടഞ്ഞു എന്ന് സ്ഥിരീകരിച്ച് നമുക്ക് വിവരം ലഭിച്ചത്. അത് തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിൻ്റെ മരണമാണ്. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അങ്ങോട്ടേക്ക് ജോലിക്കായി പോയത്. ഇപ്പോൾ ആ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.